പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ, കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ദൈവം ഇവിടുന്ന് ഒരുക്കിയ എല്ലാ സാവകാശങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്ത ഇന്നലെ വായിച്ച വേദഭാഗത്ത് നിന്നും നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 9-ാം അധ്യായം 35, 38 അധ്യായ വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു നമ്മുടെ വയനാട്ടിൽ നടന്നതായ പ്രകൃതി ദുരന്തം, ഉരുൾപൊട്ടൽ. കണ്ണുനീരിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, ഒറ്റപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടവർ, മക്കൾ അനാഥമായി മാറി, മാതാപിതാക്കൾ തലമുറകൾ നഷ്ടപ്പെട്ടു. കണ്ണുനീരിൻ്റെ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവസ്ഥയെ നിഗളിക്കാനൊന്നുമില്ല. എവിടെയായിരുന്നാലും നമ്മൾ സുരക്ഷിതമല്ല എന്ന് ഈ സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുകയാണ്. ജീവൻ പൊലിഞ്ഞ ജീവനുകളെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു സർക്കാരിനും ആർക്കും കഴിയത്തില്ല. ഒരു ജീവനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ജീവനെ തിരികെ കൊണ്ടുവരുവാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് ദാനമായി തന്നിരിക്കുന്ന ഈ ജീവിതം നമുക്ക് കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങേണ്ടതിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം. ആത്മാവ് നഷ്ടമാക്കിയാൽ നാം ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും അതൊന്നുമില്ല, എല്ലാം അർത്ഥശൂന്യമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്, ഇന്ന് നീ മരിച്ചു പോയാൽ താങ്കളുടെ ആത്മാവ് എവിടെ പോകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരാത്മാവിൻ്റെ വില തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ വിളവെടുപ്പാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി മാറിയത്. കൊയ്ത്തിന് യജമാനന്മാരെ അയക്കേണ്ടതിന് നിങ്ങൾ ആ കൊയ്ത്തിൻ്റെ യജമാനോട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അപേക്ഷിക്കണമെന്ന് ഇവിടെ പറയുന്നത്. അതെ, ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും അനിവാര്യമായ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. കൊയ്ത്ത് വളരെയുണ്ട്, അതിൽ വേലക്കാരാവശ്യമാണ്, കൊയ്യുവാൻ ആൾക്കാരാവശ്യമാണ്. അതിനുവേണ്ടി ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു. കർത്താവ് ഒരു ചെറിയ കൂട്ടത്തെ വേർതിരിച്ചിട്ട് അതേ മാത്രം സംതൃപ്തനായി മുന്നോട്ട് പോകുവാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഈ 35 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാകാവുന്ന, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാവുന്ന ഒരു ചിന്തയാണ് പരിശുദ്ധാത്മാവ് ഇവിടെ നമുക്ക് പങ്കുവയ്ക്കുന്നത്. എന്നാൽ മറ്റു വലിയ മതങ്ങളുടെ സ്ഥാപകരിൽ നിന്നും വിഭിന്നമായി തൻ്റെ ശിഷ്യന്മാരെ പ്രാകൃത ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി ധാർമ്മികമായ ഒരു രഹസ്യ മതമാക്കി മാറ്റാനും താൻ ആഗ്രഹിക്കുന്നില്ല. താൻ ലോകത്തിൽ വന്നതും പ്രവർത്തിച്ചതും പീഡകൾ സഹിച്ചതും അവൻ്റെ എല്ലാ ദൈവജനങ്ങൾക്കും വേണ്ടിയായിരുന്നു. എന്നാൽ ശിഷ്യർ അവനെ അവരുടെ സ്വന്തം മാത്രമാക്കി മാറ്റാൻ ആഗ്രഹിച്ചു. ശിശുക്കളെ അവരെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നപ്പോഴും യാചകരും രോഗികളും വഴിയിൽ വെച്ച് അനേക തവണ അവനെ കൃപയ്ക്ക് വിളിച്ചപ്പോഴും അവർക്കുണ്ടായ പ്രതികരണം ഈ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു, മിണ്ടാതിരിപ്പീൻ, പലരും അവനെ ശാസിച്ചിട്ടും ദാവീദിൻ്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. വഴിയിലേക്കിരുന്ന ഒരു കുരുടനായ മനുഷ്യൻ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ കരഞ്ഞപ്പോൾ, നിലവിളിച്ചപ്പോൾ ഒക്കെ ശിഷ്യന്മാർ തടയുന്ന മേഖലകളാണ് നമ്മളവിടെ കാണാൻ കഴിയുന്നത്. യേശുവിനെ അവരുടെ സ്വന്തമായി കാണുവാൻ ആഗ്രഹിച്ചു. ദൈവം ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ ശുശ്രൂഷയിൽ അവർക്ക് അവനെ ഒതുക്കി നിർത്തുവാൻ സാധ്യമായിരുന്നില്ല. ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ദൈവീയ അഭിഷേകത്തോടെ ശുശ്രൂഷകൾ ചേരുവെന്നാൽ ഒരു ജനത്തിന് വേണ്ടി, ഒരു കൂട്ടത്തിന് വേണ്ടി ഒതുക്കി നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകലിൽ ഞാൻ ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, നിന്നെ ശുശ്രൂഷാമുഖത്ത് ആരെങ്കിലും നിന്നെ ഒതുക്കി നിർത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒതുക്കുന്ന ചില മേഖലകളുടെ അടിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷ മേഖലകൾ വെളിപ്പെടുത്താതെ ഒതുക്കി വെക്കുന്ന ചില മേഖലകൾ ദൈവം അവിടുന്ന് അഴിച്ചു മാറ്റും. ഇന്ന് പകരം നിങ്ങൾ അത് വിശ്വസിക്കണം. കാരണം യേശുവിനെ ശിഷ്യന്മാർ ചേർന്ന് അവിടെ മാത്രം സ്വന്തമാക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന
ശിഷ്യന്മാരുടെ പല പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം അങ്ങനെ ഒന്ന് ഒതുക്കാൻ കഴിയത്തില്ല, അവൻ്റെ ശുശ്രൂഷകളെ അവനെ ഒതുക്കി നിർത്താൻ കഴിയത്തില്ല എന്ന് ശിഷ്യന്മാർ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. അവൻ പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സൗഖ്യമാക്കുവാനുള്ള അവൻ്റെ ശക്തിയും ജനമധ്യേ ഉണ്ടായിരുന്ന രോഗികൾക്കും ദരിദ്രർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനത്തെ ദ്രോഹിച്ച് അടിച്ചമർത്തുവാൻ, ആ ജനത്തിന് ദൈവ ശുശ്രൂഷ നിവർത്തീകരിപ്പാനായി നിയോഗിക്കപ്പെട്ടവർ തന്നെ ആയിരുന്നു അവിടെ അതിന് തടസ്സമായി നിന്നത് എന്ന് കാണാൻ കഴിയുന്നു. അതിന് റോമക്കാരെ അല്ല, ഇതിന് ഉത്തരവാദികൾ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ വചനത്തിൻ്റെ ദുരുപയോഗത്തിലൂടെ ചെയ്ത പാതകമായിരുന്നു അത്. അന്ന് ഇസ്രായേലിലെ ജനത്തിന് ഇടയന്മാരില്ലായിരുന്നു. അവരുടെ പൈതാകം ശമിപ്പിക്കാൻ വേണ്ടി അവർ ആട്ടിൻകൂട്ടത്തെ സ്വച്ഛ ജലാശയത്തിലേക്ക് വഴിതെളിക്കുവാനും ആരും ഉണ്ടായിരുന്നില്ല. കൊടിയ ചെന്നായ്ക്കൾ നിന്നും അവരെ രക്ഷിപ്പാനും ആരുമില്ലാതിരുന്നു. സ്വന്തം ഇടയന്മാരാൽ തന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മുറിവേറ്റ് അവർ തളർന്നു കിടന്ന ഒരു കൂട്ടം ജനതയെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ യേശു പറയുകയാണ്, നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. ചിന്നിപ്പോയ ഒരു ജനതയ്ക്ക് വേണ്ടി കാത്തുവരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിൽ കഷ്ടതയോ പീഡനങ്ങളോ അനുഭവിക്കുന്നു എങ്കിൽ യഥാർത്ഥമായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തരട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.